ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളായിട്ട് ഇന്നൊരു ഫുൾ ഡേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ എണീറ്റാൽ പിന്നെ എന്താ പറയുക തകൃതിയായിട്ടുള്ള പണികളാണല്ലോ. അപ്പോൾ ഇന്ന് പാലപ്പാണ് ഉണ്ടാക്കുന്നത്. പാലപ്പത്തിലേക്ക് കറിയായിട്ട് ഇതാ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് കഴുകി കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, ഒരു സവോള, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും സെറ്റാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അരിയൊക്കെ ഇട്ടുകൊടുത്തൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്കും ബാക്കിയുള്ള കറികളും പരിപാടികളൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും കേട്ടോ. പിന്നെ ഇനി ഞാനിപ്പോൾ അത് ഈ കുക്കറും കൂടെ വെക്കുകയാണ്. ഗ്രീൻ പീസ് കറിയും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഗ്രീൻ പീസ് പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കും അല്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം, അല്ലാണ്ട് ഇങ്ങനെ വെറുതെ കുക്കറിൽ വേവിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്തിട്ട് പിന്നെ അത് വറവിട്ടെടുത്താലും അങ്ങനെയും ചെയ്യാം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഇതായിരിക്കും കറി അല്ലേ. അങ്ങനെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല, കുരുമുളക് പൊടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് ഇല്ല കേട്ടോ, അത് ഞാൻ പച്ചമുളക് ഇട്ടേ. ഇതാ പാലപ്പത്തിലുള്ള മാവൊക്കെ കൂട്ടിച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ലപോലെ മധുരമാണ് പാലപ്പത്തിന്. അപ്പോൾ നൈറ്റ് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് നോക്കുമ്പോൾ മധുരം കുറവുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു, പിന്നെ കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ഇട്ടു കേട്ടോ. പിന്നെ ഒന്ന് ചോറിന് കറി എന്ന് പറയുന്നത് ഒരു സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കുകയാണേ. അപ്പം ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് വെറുതെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി 2 പീസിലൊക്കെ അടിച്ചപ്പോൾ ഞാനത് വാങ്ങി വെച്ചു. ഇനി അത് ആവിയിലും കൂടെ ഒന്നിരുന്ന് വേവുമല്ലോ. ഇനി നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെരുകയാണ് കേട്ടോ. പച്ചടിക്ക് ഞാൻ ചേർക്കണത് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ അങ്ങോട്ട് മാറും, കുറച്ചേ പാടുള്ളൂ. നന്നായിട്ട് അരയ്ക്കുക. പിന്നെ ബീട്രൂട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ തൈര് ഒഴിക്കുക. പിന്നെ നമ്മൾ അരച്ച തേങ്ങാക്കൂട്ട് ചേർക്കുക. പിന്നെ നമ്മൾ കടുക്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് ഒഴിച്ചാൽ മതിയിട്ട് അതിൻ്റെ മേളയിൽ കൂടി. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മളെ ബീട്രൂട്ട് എന്തായി നോക്കട്ടെ കേട്ടോ. അപ്പോൾ വെന്ത് വരണേ ഉള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ ഒന്ന് തീരുമ്പോഴത്തേക്കും ഒന്നിങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്തതിനുള്ള പെട്ടെന്ന് സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികൾ അങ്ങനെ വേഗം തീരുമല്ലോ അല്ലേ. രാവിലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അടുക്കളയിൽ ആകെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അത് രാവിലത്തെ തിരക്കണ് കഴിഞ്ഞാൽ പിന്നെ അത് തീരുകയും ചെയ്യുമല്ലോ അല്ലേ. അപ്പം ഞാൻ 9 മണി 9:10 ആകുമ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ചിലപ്പോൾ 9 മണിക്ക് ഇറങ്ങും, ചിലപ്പോൾ എൻ്റെ പണികൾ തീരുന്നതിനനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് 8:50 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 9:20 ആകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ 9 മണി ആയിട്ടാണ് ഇറങ്ങണമെങ്കിൽ എങ്ങനെയാലും 9:45 ആവും അവിടെ ഓഫീസിലെത്തുമ്പോൾ. വീട്ടിലെ ജോലികൾ തീരുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അപ്പോൾ അതാ ബീട്രൂട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വറവിട്ടെടുക്കാം. ചിലർ അതിൻ്റെ മീതിയെ കൂടി കറിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, ചെറിയ ഉള്ളിയും ഒപ്പിച്ച്, അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടോ കാണാനും. അപ്പോൾ അതങ്ങോട്ട് വറവിട്ടു കേട്ടോ. പിന്നെ അതുപോലെ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലിരിക്കണത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാനിനി ഇതും കൂടെ ആ ഒരു പാനിൽ തന്നെ വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കൊടുത്തു, ചെറിയ ഉള്ളി മൂപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ട് പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വാങ്ങിച്ച സമയത്ത് വലിയ ജീരകം പൊടിച്ചത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തു, പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തു, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതങ്ങോട്ട് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ കറിയും സെറ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്, പാലപ്പത്തിലേക്കുള്ള ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ മത്തനും പരിപ്പും അതുപോലെ തക്കാളി, പിന്നെ സവോള, കിഴങ്ങ്, വെണ്ടയ്ക്ക അതൊക്കെ കൂടെ ഇട്ടിട്ട് പുളി ഒഴിച്ച് സാമ്പാർ പൊടി ഇട്ട് അങ്ങനെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്.
പിന്നെ വെണ്ടയ്ക്ക ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 വെണ്ടയ്ക്ക എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു പാനിൽ തന്നെ, ഇതെല്ലാം ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വേറെ പാത്രം എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇതൊന്നും മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഈ ഒരു പാനിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ഞാൻ ആ പൊടിയിലേക്ക് വെള്ളം ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് സാമ്പാറിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ തകൃതി പണികളാണ്. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താ? മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്തായാലും ഇവിടെ 2-3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് നല്ല കാറ്റാണ് വരുന്നത്. ഇടിയും കാറ്റുമാണ് ഇപ്രാവശ്യത്തെ മഴയ്ക്കും മുമ്പിലായിട്ട് വരുന്നത് കേട്ടോ. മഴ എത്ര പെയ്താലും വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? പക്ഷേ ഇടിയും കാറ്റും വരുമ്പോഴാണ് നമുക്ക് പേടിയാവുക. അപ്പോൾ നമ്മുടെ കറി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. തട്ടിക്കൂട്ട് സാമ്പാറല്ലേ. അപ്പോൾ ആ പാലപ്പത്തിൻ്റെ മാവൊക്കെ നേരത്തെ ഞാൻ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചത്, അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാലപ്പം കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. ഇവിടെ പാലപ്പം ഗ്രീൻ പീസ് കറിയും ഇഷ്ടമാട്ടോ മക്കൾക്ക്. പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ ആ ഒരു ഇഷ്ടം പോകും. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നല്ല ഇഷ്ടം. ഒറ്റൊന്നും ബാക്കിയില്ലാതെ കറിയാണെങ്കിലും പാലപ്പാണെങ്കിലും എല്ലാം കഴിച്ചോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും വല്ലാതെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞാനിതിനോട് വലിയൊരു ഇഷ്ടമില്ലാത്ത ആളാണ്. കാരണം മധുരം ആയതുകൊണ്ടേ. അപ്പം മധുരമാണല്ലോ, പിന്നെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇവർക്ക് നല്ല മധുരം വേണം. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ കഴിക്കാത്തത്. അപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പതപതേനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം മാവ് ബാലൻസ് വെച്ചിട്ടില്ല, ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവർക്ക് വൈകുന്നേരത്തെ 2-3 പിന്നെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ബാലൻസ് വെച്ചിട്ട് ബാക്കി എല്ലാം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ സൈറ്റിൽ പോയിട്ടുള്ള ആ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നില്ല, ആ സൈറ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാലപ്പം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ സാമ്പാറായി, ബീറ്റ്റൂട്ട് പച്ചടി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് കറി. സാമ്പാറല്ലാത്തതെല്ലാം ഞാനൊന്ന് പാത്രം അങ്ങനെ ഒഴിച്ച് വെച്ചു കേട്ടോ, മാറ്റി വെച്ചേ. പിന്നെ ചോറ്, ഇത് പാലപ്പം. അപ്പോൾ മക്കളൊക്കെ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പാലപ്പം ആദ്യം എണീറ്റ് വരുന്ന ആൾക്ക് ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. തണുത്തിട്ട് പിന്നെ കറിയൊക്കെ കൊണ്ട് ഒഴിച്ചവിടെ സെറ്റാക്കി വയ്ക്കും. പല്ല് വെച്ച് കഴിഞ്ഞ് വന്നാൽ വേഗം ഇങ്ങോട്ട് ഓടി വരും അടുക്കളയ്ക്ക്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ സൈറ്റിലെ വിശേഷങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടൂർ ഒരു ടയറിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് സോളാർ ചെയ്യണം പറഞ്ഞിട്ട് ഇവിടെ സൈറ്റ് ഇവരുടെ റൂഫും കാര്യങ്ങളും എങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതായത് പഴയ ടയർ മാറ്റിയിട്ട് അവർ വീണ്ടും റീയൂസ് അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കുകയാണ്. റീപ്രൊഡ്യൂസ് അല്ലേ, അങ്ങനെ എന്തോ അല്ല ഇതിന് പറയാം. അപ്പോൾ പഴയ ഗ്രിപ്പൊക്കെ കളയും. എന്നിട്ട് പുതിയൊരു ബെൽറ്റ് അയിമണ് ഫിറ്റ് ചെയ്യും. അപ്പോഴത്തെ ഷീറ്റ് അയിമ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടി ഇങ്ങനെ ആയിട്ടുണ്ടാവും. കട്ട് പോയില്ല. എന്നിട്ട് ആ മെഷീൻമ കുടുക്കിയിട്ട് ഇങ്ങനെ കറക്കി ആ ഗ്രൈൻഡർ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കും. അതാണ് ആ പൊടികൾ വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഒരു കഷ്ടായില്ലേ, അതിൻ്റെ മേലെ ഒരു ഇത് അടച്ചു വെച്ചു അല്ലേ? എത്ര സമയം ഉണ്ടോ? അത് ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ കട്ടാവും.
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നല്ല കറണ്ടെല്ലാം ആവശ്യം വരുമല്ലോ അല്ലേ? ടൈമിംഗ് ഉണ്ടല്ലോ അല്ലേ അവിടെ? ടൈമിംഗ് ആണോ എത്ര സമയമാണോ അതോ എത്ര ചൂട് എത്ര ഇത് എങ്ങനെ ആയി എന്നറിയാം? 126 ഡിഗ്രി ചൂടാവും. പിന്നെ ചൂടായി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം ആ ചൂടിൽ അല്ലേ? പിന്നെ പുറത്തെടുക്കും. പിന്നെ ഞങ്ങൾ അവിടെ ആ സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ സൈറ്റിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവിടെ പൂന്താനം ഇല്ലത്തൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇല്ലൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ വഴിയൊക്കെ ഒരുപാട് തവണ പാസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവിടെ ഒന്ന് നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ വലിയ കാഴ്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ കാഴ്ചയായിട്ടില്ല. എന്നാലും ആ പഴമയുടെ ഒരു ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. നമുക്ക് ആ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എനിക്ക് തോന്നിയത്, ഒരു കൗതുകമായിട്ട് തോന്നിയത് വവ്വാലുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ആയിരക്കണക്കിന് വവ്വാലുകൾ ആ മരത്തിൽ കൂടെ തൂങ്ങി നിൽക്കുന്നത്. എന്തുകൊണ്ടാണത് അവിടെ ഇങ്ങനെ അവർ സ്റ്റേ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇഷ്ടം പോലെ അവിടെ നമ്മൾ ആ ഇല്ലത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിൽ നമുക്ക് ഇലകളൊന്നും വല്ലാതെ കാണാൻ വേണ്ടി പറ്റില്ല. മരത്തിൻ്റെ മുകളിൽ ഫുൾ വവ്വാലുകൾ ഇങ്ങനെ അതേ കാണാൻ പറ്റും. താഴെ അതുപോലെ തന്നെ നമുക്ക് ചെരുപ്പിടാണ്ട് ചവിട്ടാനും പറ്റാത്ത അവസ്ഥയാണ്. അത്രയും താഴെ അവർ സാധിച്ചു വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഇല്ലെന്ന് പറയണത്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഇത് ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അങ്ങനെ പറയാം. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. പത്തായപ്പുര അകത്തിന്ന് അല്ല അവിടെ ഇതിനപ്പുറത്ത് കാണാം. അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് ദേവസ്വത്തിൻ്റെ. അത് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെയായിരുന്നു. നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു 5-6 മീൻ പൊരിച്ചത്, പപ്പടം, ഒരു കപ്പ വെച്ചിട്ട് എന്തോ ഒരു കൂട്ടാൻ പോലെ, പിന്നെ ചമ്മന്തി, അച്ചാർ. നല്ല അടിപൊളി കേട്ടോ. ഇത് പെരിന്തൽമണ്ണയുള്ള സിനാൻ കഞ്ഞി സ്റ്റോർ എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ കഞ്ഞി കഴിച്ചിട്ടുള്ളത്. എന്തൊരു തിരക്കായിരുന്നു എന്നറിയാം അവിടെ. അടിപൊളി ഫുഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പെരിന്തൽമണ്ണ പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സിനാൻ കഞ്ഞി ഹോട്ടലിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു 3 ഇയർ 2 ഇയർ കൊണ്ട് നമ്മൾ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുന്ന മാവ്, അതുപോലെ ചക്ക, അതൊക്കെ ഉണ്ടാകുന്ന അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോസ് എടുത്തു. 1-2 വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ഞാനല്ല, കൂടെ ഉണ്ടായിരുന്നവർ വാങ്ങിച്ചു. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോസ് എടുത്തതാണ്. ചെടികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ഇവിടുത്തെ മണ്ണിലാണോ ഇതൊക്കെ ഉണ്ടാവുക എന്നറിയില്ല. അവരാ വെച്ചിട്ടുള്ള അവിടെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതിലൊക്കെ തന്നെ മാങ്ങയും അതേപോലെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വരികയാണ് കേട്ടോ. സൈറ്റ് വിസിറ്റ് ഞാൻ കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ തന്നെ ഒരു സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് അവരെ വർക്ക് എവിടെ ആയി എന്നൊക്കെ നോക്കി. അപ്പോൾ അതൊരു കസ്റ്റമർ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. അവിടെ ജസ്റ്റ് അവരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഔട്ട്ഡോഴ്സ് പോലെ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ഇൻസ്റ്റാളേഷൻ നടക്കണേ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. വർക്ക് പൂർത്തിയായിട്ടില്ല, ജസ്റ്റ് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. എങ്ങനെയായി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. കാരണം നല്ല ഭംഗിയുള്ളൊരു വീട്, ഒരു കുന്നിൻ്റെ മുകളിലായിട്ടൊരു വീട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ. ഒരുപാട് പലതരത്തിലുള്ള വെറൈറ്റി മാങ്ങ അതുണ്ടായിരുന്നു. അവരുടെ തന്നെ പ്ലോട്ടിനകത്തുള്ളതാണ്. ഒരു ഹൈറ്റ് വല്ലാണ്ട് വരാത്ത കുറേ
ട്രീസ് ഉണ്ടായിരുന്നു, പിന്നെ ചാമ്പ അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ട് കിച്ചുമോള് പറയാണ് വിളക്ക് കത്തിക്കുന്നോടത്ത് ഒരു ഫോട്ടോ വേണം, പിന്നെ കുറേ സാധനങ്ങൾ വേണം അമ്മ. അപ്പോൾ അതൊക്കെ വാങ്ങി വന്ന് അവിടേക്ക് വെച്ച്. പിന്നെ മീനുണ്ട് ഇവിടെ ഇരിക്കണം കേട്ടോ, ഇനിയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഈ ഫോട്ടോ കണ്ടോ, ഇതിവിടെ ഉണ്ട് കേട്ടോ, ഇതിവിടെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ അയച്ചില്ല. പിന്നെ ചന്ദനത്തിരി ഇവിടെ എങ്ങനെയാണ് കുത്തി വയ്ക്കണത്. അപ്പോൾ എന്നോട് കുറേ ദിവസമായിട്ട് പറയുകയാണ് അമ്മ നമുക്ക് ഇവിടെ വിളക്ക് കത്തിച്ച് വെക്കാം. അപ്പോൾ കത്തിച്ച് വെക്കണോടത്ത് എല്ലാം ഒന്ന് സെറ്റ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ കുറേ ദിവസമായി പറയണം. അപ്പോൾ ഇന്ന് ഞാൻ പോന്നപ്പോൾ വാങ്ങി. ആരാ? കണ്ണനും അതും വെക്കാം അവിടെ, അങ്ങോട്ട് വെക്കേ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടോ, കണ്ണൻ്റെ രാധേൻ്റെ ഫോട്ടോ അതും വാങ്ങി. കുറച്ച് ടിഷ്യൂ നിലവിളകൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. കർപ്പൂരിട്ട് കത്തിക്കാനാണ് കേട്ടത്. പിന്നെ ഞാൻ കുറച്ച് കുഞ്ഞ് ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടേ. എന്തിനാണെന്നറിയോ, ഭസ്മോ ചന്ദനോ കർപ്പൂരങ്ങളൊക്കെ ഇട്ട് വെക്കാൻ. വേറെ കുപ്പി നമ്മൾ ഉപയോഗിച്ചൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട്. അത് കർപ്പൂരം, ഇതിന് കുറച്ച് ഭസ്മം ഇട്ടിട്ട് അതിൽ കർപ്പൂരമിട്ട് കത്തിക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഹാപ്പി ആയോ? കുറേ ദിവസം കൊണ്ട് പറയണൊക്കെ വാങ്ങാൻ. അപ്പോൾ അതൊക്കെ വാങ്ങിട്ടോ. ചന്ദനൊന്നും ഉണ്ടായിരുന്നില്ല, ചന്ദനം അതാണ് ഇത്. ഞാൻ എൻ്റെ ഫ്രണ്ടിക്ക് ഇതിൽ വെച്ചോണ്ട് നിലവിളക്ക് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ കാട്ടിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് തുള്ളി ഭസ്മത്തിട്ട് അതിൻ്റെ മുകളിൽ അത് ചന്ദനം, അത് ഇതിക്ക് എടുത്തിട്ടോ കുപ്പിക്ക്. ആറിഞ്ഞേ അപ്പോൾ ഒക്കെ സെറ്റായി. അപ്പം ഞാൻ അടുക്കളയ്ക്ക് നീങ്ങട്ടെ കേട്ടോ. കിച്ചുമോളെ ഞാൻ അടുക്കളയ്ക്ക് പോവുകയാണേ. വന്ന് ബാഗൊന്നും ഊരിട്ടിട്ടില്ല, അവളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾക്ക് എടുത്ത് കൊടുത്തു. ഇനി അടുക്കളയ്ക്ക് നീങ്ങട്ടെ കേട്ടോ. നേരം വൈകി വന്നാൽ പിന്നെ എന്ത് ചെയ്യാറിയോ, അടുക്കളയിൽ ഇങ്ങനെ തന്നെ തൂക്കിയിടും. ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ അടുക്കളയ്ക്കുള്ള പരിപാടികളിലേക്ക് കിടക്കും. എനിക്ക് തോന്നുന്നു എല്ലാം ബാലൻസ് ഉണ്ട് തോന്നുന്നു. അവിടുത്തെ ചോറും കറികളൊക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കണം. എന്തായാലും അത് പൊളിച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വെക്കേ. ഡ്രോയിങ് കാണിച്ചോട്ടെ, എപ്പോഴേക്കും ഇരിക്കുള്ളൂ. ഇതൊക്കെ സെറ്റ് എന്താ പണി അങ്ങനെ വെച്ചിക്കണേ. ബാക്കി പിന്നെ വെച്ച സ്ഥലമല്ലേ, ആകെ 4 സ്പേസേ ഉള്ളൂ. അപ്പം ഞാനിത് ഓൺലൈനിൽ വരുത്തിയിട്ടുള്ളൊരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ കിച്ചുമോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ 2 സൈഡിലും തൂക്കിയിടാനായിട്ട് ഇങ്ങനെ കുഞ്ഞു മണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.